വെൽക്കം ടു +1 അക്കൗണ്ടൻസി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റിയാണ്. എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാൽ എന്ത്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഈസ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് an account which shows the net profit or net loss of a business at the end of the trading period. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? It is an account which shows the net profit or net loss of a business at the end of the trading period. ട്രേഡിംഗ് പീരീഡിൻ്റെ അവസാന ദിവസം ഒരു വ്യാപാരത്തിന് നെറ്റ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണോ സംഭവിച്ചത് എന്ന് കാണിക്കുന്ന അക്കൗണ്ടിനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. മീനിങ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ മാതൃക ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് ഡോട്ട് ഇട്ടിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഡേറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. അക്കൗണ്ട് പീരീഡിൻ്റെ അവസാന ദിവസം ഏതാണോ തന്നിരിക്കുന്നത് അതാണ് അവിടെ എഴുതുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്നെഴുതിയില്ലേ? അങ്ങനെ ഗ്രോസ് പ്രോഫിറ്റാണ് ഉള്ളതെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക? ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ, ഇങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ B/D എന്നെഴുതിയിരിക്കുന്നു. എമൗണ്ട് ഈ എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് കാണിക്കുക. ഇനി ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത് ഇൻഡയറക്റ്റ് ഇൻകമാണ്. ഇൻഡയറക്റ്റ് ഇൻകം പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ്? നമുക്ക് എഴുതാം. ബൈ കമ്മീഷൻ റിസീവ്ഡ്, ബൈ കമ്മീഷൻ റിസീവ്ഡ്, സ്വീകരിച്ചിരിക്കുന്ന കമ്മീഷൻ ഇൻകമാണ്, ഇൻഡയറക്റ്റ് ഇൻകം. അതാണ് ഒരൈറ്റം ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത്. മറ്റൊന്ന് ബൈ റെൻ്റ് റിസീവ്ഡ്, വാടക സ്വീകരിച്ചത്. ബൈ റെൻ്റ് റിസീവ്ഡ് എമൗണ്ട് കോളത്തിൽ അതിൻ്റെ തുക എത്രയാണോ അത് കാണിക്കുന്നു. നെക്സ്റ്റ് ബൈ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ബൈ ഇൻട്രസ്റ്റ് റിസീവ്ഡ് പലിശ സ്വീകരിച്ചത്. ബാങ്കിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ പലിശ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ഇൻഡയറക്റ്റ് ഇൻകമാണ്. ഇൻകം സൈഡിൽ കാണിച്ചിരിക്കുന്നു, ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നു. ഈ സൈഡ് ക്രെഡിറ്റ് സൈഡാണ്, അവിടെ കാണിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക. ഇനി ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് പ്രധാനമായിട്ടും പരിശോധിക്കുക. ടു സാലറീസ്, ശ്രദ്ധിക്കുക. ടു സാലറീസ് എന്താണ്? ശമ്പളം നൽകിയത്. ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമേ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നുള്ളൂ. അതിന് എക്സാമ്പിൾസാണ് ഇതൊക്കെ. ടു റെൻ്റ് പെയ്ഡ്, ആ റെൻ്റ് പെയ്ഡ് ഉണ്ടെങ്കിൽ ടു റെൻ്റ് എന്ന് എഴുതുന്നു, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ടു ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ടു സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നു. ടു ട്രാവലിംഗ് എക്സ്പെൻസ് എന്താണ്?
ഗതാഗത സംബന്ധമായ ചെലവുകൾ, ബസ് ചാർജ്, ടാക്സി ചാർജ് മുതലായ ട്രാവലിംഗ് എക്സ്പെൻസ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്, ഡെബിറ്റ് ചെയ്യുന്നു. ടു കമ്മീഷൻ പെയ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് പോലെ ചിലപ്പോൾ കമ്മീഷൻ നൽകിയിട്ടുണ്ടാവും, ആ കമ്മീഷനാണ് ഇവിടെ ഡെബിറ്റ് ചെയ്യുന്ന കമ്മീഷൻ. ടു കമ്മീഷൻ, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ടു ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെങ്കിൽ ഇൻകം ആയിരിക്കും. ടു ഡിസ്കൗണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ അനുവദിച്ച ഡിസ്കൗണ്ടാണ് ചെലവ്. അതേപോലെ തന്നെ ടു കേരേജ് ഔട്ട്വേർഡ്സ്, ടു കേരേജ്, കേരേജ് ഇൻവേർഡ്സ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, കേരേജ് ഔട്ട്വേർഡ്സ് ഉണ്ടായിരിക്കും. ഔട്ട്വേർഡ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേരേജാണിത്. ഇത്തരം ചെലവുകൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതേപോലെ തന്നെ ടു ഫ്രൈറ്റ് ഔട്ട്വേർഡ്സ്, ഫ്രൈറ്റ് ഔട്ട്വേർഡ്സ്, ഔട്ട്വേർഡ്സ്. ഫ്രൈറ്റ് ഇൻവേർഡ്സ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഫ്രൈറ്റ് ഔട്ട്വേർഡ്സ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ മറ്റു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ഇൻഡയറക്റ്റ് എക്സ്പെൻസസും എടുക്കുക. ഏത് ഭാഗത്താണോ കൂടുതലുള്ളത് ആ ഭാഗത്ത് ടോട്ടൽ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഈ ക്രെഡിറ്റ് സൈഡിലാണ് അധികമുള്ളതെങ്കിൽ ഇവിടെ ടോട്ടൽ ചെയ്യുന്നു, ഇവിടെ ടോട്ടൽ ചെയ്യുന്നു, ഡബിൾ അണ്ടർലൈൻ നൽകുന്നു. അതേ തുക ഡെബിറ്റ് സൈഡിലും കാണിക്കുന്നു, ഡെബിറ്റ് സൈഡിലും കാണിച്ചിരിക്കുന്നു, ഡബിൾ അണ്ടർലൈൻ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വ്യത്യാസമുണ്ടായിരിക്കും. ആ വ്യത്യാസം എത്രയാണെന്ന് കണ്ടെത്തുന്നു. എങ്ങനെയാണ് ലഭിക്കുക? ഈ ടോട്ടൽ മൈനസ് ഡെബിറ്റ് സൈഡിൽ ഇപ്പോഴുള്ള തുകയുടെ ടോട്ടൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കേണ്ട വ്യത്യാസം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ വ്യത്യാസം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലും മറ്റ് അക്കൗണ്ടിലും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിന് നേരെ എഴുതുന്നത് ടു നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്താണ് എഴുതുക? ടു നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ, ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ, ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത നെറ്റ് പ്രോഫിറ്റാണ് ഇവിടെ വ്യത്യാസമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുക. ഇനി ഡെബിറ്റ് സൈഡിലാണ് വ്യത്യാസമെങ്കിൽ ഇവിടെ ടോട്ടൽ ചെയ്യും. ആ തുക ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ വ്യത്യാസമുണ്ടായിരിക്കും. ആ വ്യത്യാസം ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ എങ്ങനെ എഴുതും? ബൈ നെറ്റ് ലോസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ നേരെ കാണിക്കുന്നു. രണ്ടും ഒരു അക്കൗണ്ടിൽ വരില്ല, ഏതെങ്കിലും ഒന്ന്. അതുകൊണ്ട് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളതൊക്കെ അറിയാലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുക. ഏത് അതായത് ഡെബിറ്റ് സൈഡിലാണോ എമൗണ്ട് അധികമുള്ളത് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണോ എമൗണ്ട് അധികമുള്ളത്, അധികമുള്ള ഭാഗത്ത് കൂട്ടിയിടുന്നു. അതേ തുക എതിർ സൈഡിൽ കാണിക്കുന്നു. അപ്പോൾ എതിർ സൈഡിൽ വ്യത്യാസമുണ്ടായിരിക്കും. അത് ഡെബിറ്റ് സൈഡായാലും ശരി, ക്രെഡിറ്റ് സൈഡായാലും ശരി. ആ വ്യത്യാസം ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. ഡെബിറ്റ് സൈഡിലാണ് വ്യത്യാസമെങ്കിൽ അതിനെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നു. അതിന് നേരെ എന്തു കാണിക്കുന്നു? ടു നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ എന്നെഴുതുന്നു. ക്രെഡിറ്റ് സൈഡിലാണ് വ്യത്യാസമെങ്കിൽ ആ വ്യത്യാസം എത്രയാണെന്ന് കണ്ടെത്തുന്നു. ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. അതിനു നേരെ ബൈ നെറ്റ് ലോസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ എന്നെഴുതുന്നു. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുന്നത്. മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതായത് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ പ്രത്യേകത എന്താണ്?
ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഡെബിറ്റ് ചെയ്യുന്നുള്ളൂ. അതേപോലെ ലോസസും ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് ഇൻകംസ് ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ സംശയ നിവാരണം ഞാൻ നടത്തി തരുന്നതായിരിക്കും. ക്ലാസ് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. നന്ദി.